നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഇവിടുത്തെ അടുക്കളയിലെ ജോലികളൊക്കെ ചെയ്ത് നീ ഒരുപാട് വിഷമിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. പിന്നെ പണ്ട് ഞാൻ ഇവിടെ വന്ന കാലത്ത് അടുക്കളയിലെ മുഴുവൻ ജോലി ചെയ്തിരുന്നത് ഞാനാ. സ്വന്തം പെണ്ണും പിള്ള ആ ജോലിയൊന്നും ചെയ്തപ്പോ അവന്റെ ഒരു വിഷമം. നീ കൂടുതൽ വിഷമിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ. എന്റെ ദർശനക്കുട്ടി. അയ്യടാ, എന്തൊരു ഒലിപ്പീര്. എന്റെ ദർശനക്കുട്ടി പോലും ഒരു കുറ്റി. അവക്ക് ഞാൻ ഒരു വിലയും കൊടുക്കില്ല. അതൊക്കെ നീ കാണാൻ പോകുന്നതേ ഉള്ളൂ. അതൊരു പാഴ്ക്കിനാവായിരുന്നോ? പക്ഷേ എന്റെ ഉള്ളിൽ ഫീൽ ചെയ്യുന്ന അങ്ങനെയല്ലല്ലോ. ഇത്ര നേരം നോക്കിയിട്ടും ഒന്നും കിട്ടിയില്ല. ഒന്നും കൂടി നോക്കിയാലോ? ഒരു പെണ്ണിനെ നിലയ്ക്ക് നിർത്താത്ത ഇവനെയൊന്നും ഈ ജന്മത്തെ കല്യാണം കഴിപ്പിക്കരുതായിരുന്നു. ഇവൻ നേരെയായിരുന്നെങ്കിൽ അവൾ ആവശ്യമില്ലാത്തൊന്നും അന്വേഷിച്ചു പോവില്ലായിരുന്നു. സത്യത്തിൽ ഇവൻ ഇപ്പൊ ഭാര്യയും അവൾ ഇവന്റെ ഭർത്താവുമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. വൃത്തികെട്ടവൻ. യോ, എന്തൊരു നാണക്കേട്. ഇവിടെ ഇരിക്കുക. രക്ഷപ്പെട്ടു. എടാ, എഴുന്നേറ്റ് പുറത്തെങ്ങാനും പോടാ. എനിക്കിവിടുന്ന് പുറത്തും പോണമല്ലോ. ഇവൻ എണീറ്റ് പോന്നുമില്ല. അയ്യോ ദർശനേ, ദർശനേ, രൂപേഷേട്ടന്റെ ശബ്ദമാണല്ലോ.
രൂപേഷേട്ടാ. മാഡം എന്തിനാ ഞങ്ങളുടെ മുറി കയറിയത്? സത്യം പറ, എന്ത് മോഷ്ടിക്കാൻ ഇവിടെ കയറിയത്? അയ്യോ, ഞാൻ മോഷ്ടിക്കാൻ വന്നല്ല. പിന്നെ എന്തിനാ മാഡം ഈ മുറി കയറിയത്? ഞാൻ ദർശനെ നോക്കി വന്നതാ. അപ്പോഴാ രൂപേഷ് വന്നത്. അപ്പൊ എനിക്ക് പുറത്തിറങ്ങാൻ പറ്റിയില്ല. ഞാൻ ഈ ഡോറിൽ കുടുങ്ങിപ്പോയി. ദർശനെ, ഇവര് പറയുന്നൊക്കെ കള്ള. കാര്യമായിട്ട് എന്തോ അടിച്ചു മാറ്റാൻ വേണ്ടി തന്നെയാ ഇവരിവിടെ വന്നത്. അയ്യോ, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ദർശനെ കാണാൻ വന്നതാ. എന്തിനാ? അത് ദർശന സർപ്പക്കളത്തിൽ ഇരുന്ന് ആടിയതല്ലേ. എന്തെങ്കിലും വയ്യായ്ക ഉണ്ടോന്ന് അറിയാൻ വന്നതാ. അല്ല, ഞാൻ വന്നത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാനങ്ങ് പോയേക്കാം. ഓ, ഇനി നിങ്ങളായി നിങ്ങളുടെ പാടായി. ഞാൻ പോവണേ. രക്ഷപ്പെട്ടു. ഞാൻ പറഞ്ഞതൊക്കെ അവര് വിശ്വസിച്ചോ എന്തോ. വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എനിക്കൊന്നുമില്ല. ആ മുറിയിൽ നിന്ന് എന്തായാലും ഇറങ്ങിയല്ലോ. അത് മതി. കൊള്ളാം, മാഡം സൂത്രത്തിൽ രക്ഷപ്പെട്ടത് കണ്ടില്ലേ? ബുദ്ധിപരമായിട്ടേ അവര് രക്ഷപ്പെട്ടു കളഞ്ഞു. അവര് നമ്മുടെ മുറിയിൽ വന്ന് ഒളിച്ചു നിന്നിട്ടും രൂപേഷേട്ടൻ കണ്ടില്ലേ? ഈ മുറി കിടന്ന് ഇനി എങ്ങനെ സമാധാനത്തോടെ ഉറങ്ങും? ഏത് സമയത്താ ആരാ മുറിയിൽ കയറി ഒളിച്ചു നിൽക്കാന്ന് എങ്ങനെ അറിയും? രൂപേഷേട്ടനാണെങ്കിൽ ഒന്നും കാണുകയില്ല. സത്യം, അവര് ഈ മുറിയിലുള്ള കാര്യം ഞാൻ അറിഞ്ഞില്ല. അല്ല, ദർശന എവിടെ പോയതായിരുന്നു? അത് പിന്നെ ഞാൻ അടുക്കളയിൽ തന്നെ ഉണ്ടായിരുന്നു. അല്ല, മുമ്പേ അടുക്കള വന്ന് നോക്കിയപ്പോ കണ്ടില്ല. അത് അപ്പം ഞാൻ പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. എന്നാലും അവരെന്തിനായിരിക്കും മുറി കയറി വന്നത്? എന്തോ കള്ളത്തരം ഉണ്ടല്ലോ. ഇനി എന്തെങ്കിലും കൊണ്ട് വെക്കാനാണോ? എന്നാൽ അവരെന്തിനായിരിക്കും മുറി കയറിയത്?